ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ട വീഡിയോ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് കണ്ട വീഡിയോ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. രസം എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് കണ്ട വീഡിയോ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ എത്ര ആലോചിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിച്ചില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് മുമ്പ് കണ്ട കാര്യം എന്താണെന്ന് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ടൈം എടുത്താൽ പോലും ഓർത്തെടുക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയില്ല. പക്ഷേ അതല്ല അവിടുത്തെ വിഷയം. ഈ ഷോർട്ട് വീഡിയോസ് കണ്ട് സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാർ, അതിലൊരുത്തനാണ് ഞാനും ഒരുപാട് തവണ സ്ക്രോൾ ചെയ്ത് ഒരുപാട് ടൈം എടുത്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ അറിയില്ല. ഫുഡിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇരുന്നിരുന്ന് പിന്നെ അതന്നെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡാൻസ് വീഡിയോ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഡാൻസിൻ്റെ തന്നെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് കാണുകയാണോ അതാണ് പിന്നെ തന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ആൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ശരിക്കും നമ്മളെ പിടിച്ച് ഇരുത്തുകയാണ്, നമ്മുടെ ടൈമിന് ഇവർ എടുക്കുകയാണ്. ഈ ഒരു ബോധം നമ്മൾ പോലും അറിയില്ല. നമ്മൾ എക്സോസ്റ്റ് ആവും. സ്ക്രോൾ ചെയ്ത് നമുക്ക് കണ്ണുപോലും അടയ്ക്കാതെ ഇരുന്ന് സ്ക്രോൾ ചെയ്ത് നമ്മൾക്ക് ഇരുന്ന് ചന്തി വേദന എടുത്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇത്ര സമയം സ്പെൻഡ് ചെയ്തെന്ന് പോലും അറിയുന്നത്. സൂപ്പർ മാർക്കറ്റിൽ കയറിയ പോലെയാണ്, സമയം പോകുന്നത് അറിയില്ല. ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ റീൽസ് കാണുന്ന പരിപാടി എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മുടെ ലൈഫിനെ നശിപ്പിക്കാൻ ഇത് ധാരാളമാണ്. നമ്മൾ എല്ലാ ഡ്രഗ്സിനെ പറ്റിയിട്ടും സംസാരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഡ്രഗ്. സിന്തറ്റിക് ഡ്രഗ്സിനേക്കാളും ഇത് വിർച്വൽ ഡ്രഗാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന സാധനം. ഞാനെന്താ മുഖത്ത് നോക്കാൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഫ്ലാഷ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണ് അതിലോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ണിൻ്റെ പണി തീരും. അതുകൊണ്ടാണ് ഇതൊരു വിഷ്വൽ ഡ്രഗാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ഹബ്ബല്ല, മറ്റൊരു ലോകമാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷോർട്ട് വീഡിയോസ് കാണുന്നത്. ഇത് കണ്ട് നമുക്ക് ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവും. ഇപ്പോൾ ന്യൂജൻ രോഗമാണത്. എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്ക്രോൾ ചെയ്ത് കാണുന്നവനാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമുക്കൊരു സിനിമ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കാണാൻ ഇപ്പോൾ പറ്റുന്നില്ല. ഒരു സിനിമ 3 പാർട്ടായിട്ട് 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ ഇപ്പോൾ കാണുന്നത്. ഇതെവിടേക്കാണ് നമ്മൾ പോകുന്നത്? നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് കിട്ടുന്നില്ല. ഇതിനെല്ലാം കാരണം ഈ ഷോർട്ട് വീഡിയോസ് കണ്ട് നമുക്ക് അപ്പം കിട്ടുന്ന ഡോപ്പമിൻ സ്പൈക്കാണ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. വലിയ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. സിനിമ കാണുക, യൂട്യൂബിൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് കാണുക. ക്വാളിറ്റിയുള്ള സമയം, നമ്മുടെ സമയം ജീവിച്ചിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള സമയമാണ്. ക്വാളിറ്റി ഇല്ലാത്ത കുറേ ഗാർബേജ് ചവറ് സാധനങ്ങൾ കാണൽ നിർത്തുക. അതുകൊണ്ട് നമ്മുടെ ലൈഫിന് ഒരു പുരോഗതിയില്ല, മറിച്ച് നമ്മുടെ ബ്രെയിൻ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സീരിയസ് ആയിട്ട് നമുക്ക് എല്ലാത്തിനും മടുപ്പാണ്, ഒന്നും ചെയ്യാൻ തോന്നില്ല. ഇത് വലിയൊരു പ്രശ്നമാണ്. ഇതിനെന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ സൊല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ആ സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി.